സൂറത്തുൽ ഹാഖയിലെ 28ാമത്തെ ആയത്തിന്റെ അവസാന ഭാഗം മാലിയ. ഇവിടെ ഹാക്ക് മുകളിലായിട്ട് ഒരു കുഞ്ഞ് സീൻ കാണാം. സക്താണ്. ഇതിനു മുന്നേ നമ്മൾ പഠിച്ച സക്തൊക്കെയും വാജിബായിരുന്നു. അവിടെയെല്ലാം സക്ത് പാലിക്കൽ നിർബന്ധമായിരുന്നു. എന്നാൽ ഇവിടെ നമുക്ക് സക്തോ വഖഫോ വസ്ലോ നമുക്ക് അനുവദനീയമാണ്, അതായത് ജായിസ് ആണ്. വഖഫ് എന്ന് പറഞ്ഞാല് ഖുർആൻ പാരായണം തുടരണം എന്ന ഉദ്ദേശത്തോടു കൂടി ഒരു പദത്തിൽ ശ്വാസം വിട്ടുകൊണ്ട് നമ്മൾ നിർത്തലാണ് വഖഫ്. സക്ത് എന്ന് പറഞ്ഞാല് പാരായണം തുടരണം എന്ന ഉദ്ദേശത്തോടു കൂടി ശ്വാസം വിടാതെ ഒരു പദത്തിൽ നിർത്തലാണ്. വസ്ൽ എന്ന് പറഞ്ഞാലോ ഒരു പദത്തെ മറ്റൊരു പദത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ആയത്തിനെ മറ്റൊരു ആയത്തിലേക്ക് ചേർത്തോതുന്നതാണ് വസ്ൽ. ഈ 3 രീതികളും നമുക്ക് ഇവിടെ അനുവദനീയമാണ്. അപ്പോൾ എങ്ങനെയാണ് പാരായണം ചെയ്യുക എന്ന് നോക്കാം. ആദ്യം നമ്മൾ സാധാരണ പോലെ ഈ ആയത്തിൽ വഖഫ് ചെയ്ത് തൊട്ടടുത്ത ആയത്ത് ഓതുന്നു. മാ അഗ്നാ അന്നി മാലിയ ഹലക അന്നി സുൽത്താനിയ. ഹാക്ക് മുകളിൽ സുക്കൂൻ ഉണ്ട്. അഹ എന്ന അക്ഷരത്തെ നമ്മൾ വ്യക്തമാക്കണം. നമ്മൾ ശരിക്ക് വ്യക്തമാക്കി വേണം ഓതാൻ. മാ അഗ്നാ അന്നി മാലിയ ഹലക അന്നി സുൽത്താനിയ. ഇനി സക്ത്. ഇവിടെ നമ്മൾ ശ്വാസം വിടാതെ സക്ത് പാലിക്കുന്നു. മാ അഗ്നാ അന്നി മാലിയ ഹലക. മാ അഗ്നാ അന്നി മാലിയ ഹലക. ഇനി വസ്ല് ചേർത്തോതുകയാണ്. ചേർത്തോതുമ്പോൾ ഒരു കാര്യമുണ്ട്. അവസാനിക്കുന്നത് ഹ എന്ന അക്ഷരത്തിന് സുക്കൂനിലാണ്. ഇവിടെ തുടങ്ങുന്നത് ഹ എന്ന അക്ഷരത്തില് ഹറക്കയോട് കൂടിയാണ്. രണ്ടും ഒരേ വർഗമാണ്, ഒരേ അക്ഷരങ്ങളാണ്. അപ്പൊ എന്താവും? ഒരു സുക്കൂനും ഒരു ഹറക്കയും ആവുമ്പോൾ ഇദ്ഗാം ചെയ്യും. ഇതിനെ നമ്മൾ ഇതിലേക്ക് ഇദ്ഗാം ചെയ്യും, ലയിപ്പിക്കും. എന്നിട്ട് രണ്ടാമത്തെ ആൾക്ക് ശബ്ദ കൊടുത്തുകൊണ്ട് നമ്മൾ പാരായണം ചെയ്യും. മാ അഗ്നാ അന്നി മാലിയ ഹലക. മാ